ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണ്ടിയായിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സവോളയൊക്കെ റെഡിയാക്കാം. ഇതിന് വേണ്ടി 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2-3 വിസിൽ കേട്ടപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് കടായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രഷ് ചെയ്തായിരുന്നാലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും പെരിഞ്ചീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഞാൻ ഗ്രീൻ പീസിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് വെള്ളം അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കുറുകി വന്ന കറിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. ചിലർ ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയിൽ എനിക്ക് ഗരം മസാലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക.